മഴ ചെറുതായിട്ടൊന്ന് തോർന്നൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് തോട്ടത്തിൽ വരെ ഒന്ന് പോയി നോക്കിയാലോ? ഞാൻ തോട്ടം കണ്ടിട്ട് തന്നെ 3-4 മാസമായി. ആണോ? ഒന്നാതെ ഇവിടെയൊന്നും ഇല്ലായിരുന്നു. ഇടയ്ക്ക് വന്നെന്ന് പറഞ്ഞാൽ ഇപ്പം മഴയായി. ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് പോയി നോക്കാം. മരമൊക്കെ ഒടിഞ്ഞ് വീണിട്ടുണ്ട്, കുറച്ച് ചെടിയൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇനി നമ്മുടെ അറിയത്തില്ലല്ലോ, പോയി നോക്കിയാലല്ലേ അറിയത്തുള്ളൂ. നമുക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ ഏലം ഇപ്പോൾ രാവിലെ കൂട്ടിക്കെട്ടിയത് കണ്ടില്ലേ? ഒരു പ്ലാവിലെ ഒരേക്കരം മൊത്തം ചക്കയോടുകൂടി ഒടിഞ്ഞ് വീണ് അത്രയും കുറേ ഏലവും പോയി. ചക്കയുടെ ഭാരം കൊണ്ട് ഒടിഞ്ഞതാ. ഭയങ്കര കാറ്റുമായിരുന്നു. നല്ല ചെറിയ ഏകരമല്ലായിരുന്നു, ചക്ക ഒത്തിരി ഇല്ലായിരുന്നു. ഇത് കണ്ടില്ലേ, ഇപ്പം ഇതേ മുളകൊക്കെ തിരിയിട്ട് വരുന്നുണ്ടോ? ഉണ്ട്. പതുക്കെ പതുക്കെ ഇറങ്ങി വരണം, തെന്നി വീഴല്ലേ കേട്ടോ. ഇതുകൊണ്ട് നമ്മുടെ ഒരു മരം വീണും ഒരു 2-3-4 ചെടി പോയിട്ടുണ്ട്. ഇവിടെ ഒടിഞ്ഞ് വീണിട്ടുണ്ട്, നടുക്കാ വീണേ. ഇതെല്ലാം വെട്ടി മാറ്റണം ഇനി. അത്യാവശ്യം ഒന്ന് ആ വേനലൊക്കെ കഴിഞ്ഞൊന്ന് പൂവും കായും ഒക്കെ ആയി വന്നതായിരുന്നു. അന്നേരം മഴയായി. എല്ലാ പ്രാവശ്യവും ഉള്ളതാണ് ഇതല്ലേ? എന്നാണോ മൊത്തം വെട്ടി മാറ്റിയേക്കാം. മഴയായപ്പോഴത്തേനും പൂവെല്ലാം ഇടാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ. പൂവൊക്കെ ആയി. പിന്നെ വെയിലാകുമ്പം ചുവട്ടിലോട്ട് ചപ്പെല്ലാം അടുപ്പിക്കും, നനയ്ക്കാൻ വേണ്ടി, നനവ് നിൽക്കാൻ വേണ്ടിയിട്ട്. മഴയായപ്പം ചൂടെല്ലാം ക്ലീൻ ആക്കണം. നമ്മളെല്ലാം ചൂടെല്ലാം ക്ലീനാക്കി ഇനി ഈയിടെ വളം ഇട്ടു. ഇനിയിപ്പം മഴയൊന്ന് തോർന്നു കഴിയുമ്പം അടുത്തതും കൂടെ വളവും കൂടെ ഒഴിക്കണം. 10-15 ദിവസം കഴിയുമ്പോഴത്തേനും ഒന്നുകൂടെ ഒഴിക്കണം. എന്നാണേലും എകരം വീണത് എത്ര ചെടി പോയല്ലേ? നടുക്കോട്ടാ വീണ. 1, 2, 3, 4, 5 എണ്ണത്തിൻ്റെ നടുക്കോട്ടാ. ഭയങ്കര കാറ്റില്ലായിരുന്നു ഇന്നലെ. എന്നാ കാറ്റായിരുന്നു. ഇവിടെ ഇത് മാത്രമേ ഒരെണ്ണം അത് ഇരിഞ്ഞു പോകുന്നതാന്ന് തോന്നുന്നു. വലിയൊരു കമ്പി ഇരിഞ്ഞു പോകുന്നതാന്ന് തോന്നുന്നു. ഹിന്ദിക്കാർ മൊത്തം പോയായിരുന്നു. ആ കൂടെ ഇപ്പം തമിഴ്നാട് റോഡ് പണി ആയതുകൊണ്ട് തമിഴ്ക്കാരും കയറി വരുന്നില്ല. കമ്പം റോഡ് പണി, അതുകൊണ്ട് തമിഴ്ക്കാരും കയറി വരുന്നില്ല. അതുകൊണ്ട് മലയാളികളെല്ലാം നല്ലപോലെ പണിയെടുത്തോ. വെട്ടിക്കോ. അകത്തോട്ടാ വീണത്. അതിന്റെ അങ്ങേയറ്റം ചെല്ലുന്ന അതിന്റെ അകത്താ. പച്ച ആയതുകൊണ്ട് പോലും ഇല്ല മോനെ. വെയിറ്റിന്റെ അല്ല, അത് അവിടെ തറഞ്ഞ പോലെ അങ്ങോട്ടായിപ്പോയി. ഇതിന്റെ ഏകരം വല്ലോ അടിയിലോട്ട് തറഞ്ഞു കാണും. വെട്ടണോ? ഞാൻ വേണേ വെട്ടാം. വെയിറ്റ് ഉണ്ടോ? നമ്മൾ എന്തേരം വെള്ളം കൊടുത്താലേ മഴ പെയ്ത് കിട്ടുന്ന പോലെ. അതെ, പക്ഷെ കൂടുതലായ മഴ അഴുകലും വരും. എല്ലാ ആവശ്യത്തിനും മതി ഇവർക്ക്. പുതിയൊരു പരീക്ഷണം കണ്ടോ? കാറ്റടിക്കാതിരിക്കാൻ കട്ടയെല്ലാം കൂടെ കൂട്ടി കെട്ടി വയ്ക്കുക. ഒത്തിരി ദിവസം ഇതിങ്ങനെ നിർത്താനും പറ്റില്ല. അന്നേരം ഈ തട്ടയുടെ എല്ലാം സ്വാഭാവികമായ ബലം കുറയും. എന്നിട്ട് നമ്മൾ അയച്ചു വിടുമ്പോൾ കെട്ടി വെച്ചേക്ക് നടക്കുന്ന പോലെ ഒടിഞ്ഞു. വലിയൊരു കാറ്റ് കഴിയുന്നവരെ ഇങ്ങനെ നിൽക്കട്ടല്ലേ. ഇന്നലത്തെ കാറ്റത്ത് വീണ ഒരു വിളഞ്ഞ ചക്ക എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല, വലിപ്പ കൂടുതലാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ നടത്തി കൊണ്ടുപോകാം. എടുക്കണോ? ഞാൻ വേണേ എടുത്തോണ്ട് പോകാം. ചക്ക നടന്നു പോകുന്ന കണ്ടിട്ടൊരു വിഷമം. അതെ, താഴെ ചെന്ന് നിൽക്കുള്ളൂ ഇവിടെ വീണ. ഏതായാലും ഇഷ്ടംപോലെ വാഴയില നിൽപ്പുണ്ട്. നമുക്ക് ചക്കപ്പുഴുക്കൊക്കെ വേവിച്ച് തിന്നാനായിട്ടേ
പക്ഷെ വാഴയിലയും കൂടെ വെട്ടിക്കൊണ്ട് പോകാം. പക്ഷെ കാറ്റടിച്ച് എല്ലാം ഇലയെല്ലാം പൊട്ടിയെന്ന് തോന്നുന്നു. ഇന്നലെ കുറേ വാഴക്കൊല ഉണ്ടായിരുന്ന എല്ലാം വെട്ടി കടയിൽ കൊണ്ട് കൊടുത്തു. പിന്നെ മഴയായതുകൊണ്ട് പഴുത്താലും ഭയങ്കര തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും പഴം വേണ്ട. നല്ല കാറ്റായിരുന്നു കേട്ടോ. വാഴയുടെ ഇലയെല്ലാം വേണ്ട പൊട്ടിക്കീറി നിൽക്കുന്നു. കുറച്ച് ഞാലിപ്പൂവിൻ്റെ ഇല വെട്ടിക്കൊണ്ട് പോകാം നമുക്ക്. കീറാത്തതുണ്ടോ? 2-3 വാഴ ഒടിഞ്ഞു വീണു കേട്ടോ. നമുക്ക് ഒടിഞ്ഞു വീണത്തേന്ന് കീറാത്ത ഇലയുണ്ട്, അത് നോക്കിയെടുക്കാം. അവിടെ ഒരെണ്ണം ഒടിഞ്ഞു വീണു, ഇവിടെ ഒരെണ്ണം ഒടിഞ്ഞു വീണു. ഞാനില്ലാതെ ഇന്ന് നിങ്ങൾ പറമ്പിൽ പോയി ചക്ക ഇട്ടോ അമ്മേ? ഞങ്ങൾ പറിച്ചതല്ല, പിന്നെ ഇന്നലത്തെ കാറ്റത്തുണ്ടല്ലോ ആ എല്ലാ പ്ലാവിലും ഉണ്ടായിരുന്ന പകുതി ചക്ക നിലത്ത് വീണ് കിടക്കുക. അതുകൊണ്ട് ഞങ്ങൾ വിളഞ്ഞാൽ നോക്കി ഒരെണ്ണം എടുത്തോണ്ട് പോകുന്നതാ. വിളഞ്ഞ ഇനി വീണ് കിടപ്പുണ്ട്. പറിക്കേണ്ടി വന്നില്ലല്ലേ? വന്നില്ല. ഒത്തിരി പിടിച്ചു. നമ്മുടെ ഇതിനകത്തോട്ട് ഏകരങ്ങൾ ഒടിഞ്ഞു വീണിട്ടേ, ഏകരം ഒടിഞ്ഞു വീണിട്ട് കുഞ്ഞി ചക്ക ഉള്ളപ്പോഴേ ചക്കയ്ക്ക് കൂട്ടാൻ ചിക്കനും കൂടെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ചിക്കൻ വാങ്ങിച്ചത് നമുക്ക് വേണ്ടി മാത്രമല്ല, വൈകുന്നേരം ഒരു 3-4 പേർക്കും കൂടിയുള്ള ചക്കയും ചിക്കനും വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്ലാന്റിൽ 3-4 പേരുണ്ട്. അപ്പോഴേ നമ്മൾ ഇനി വഴറ്റിയൊക്കെ വരുമ്പോഴേക്ക് സമയം പോകുമല്ലേ. ഇപ്പോൾ തന്നെ സമയം എത്രയായില്ലേ. അതുകൊണ്ട് കുക്കറിനകത്ത് സവാള വഴറ്റാനിടുവാണേ. പിന്നെ ഞാൻ ഉണ്ടാക്കട്ടെ? ഞാൻ ഉണ്ടായിക്കോ. ഇത് മാത്രമേ ഇതിൽ വഴറ്റാനിട്ടിട്ട് ബാക്കി നമുക്ക് ചിക്കൻ വിറ്റത്ത് അടുപ്പയിലോട്ട് വിറകടുപ്പയിലോട്ട് വേവിക്കാം. വീടുന്നില്ലല്ലോടാ, ഉറങ്ങിയിരിക്കുവോ? അപ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. പാചകം കുഞ്ഞി ഏറ്റെടുത്തിരിക്കുന്നു. ഏട്ടല്ലോ, ഇനി ഞാൻ ഈ വഴി വരണ്ടല്ലോ. ഇത് മുഴുവൻ അത് മുഴുവൻ വേണ്ട, കുറച്ച് ഇടുക മതി. അതിട്ടോ. നമ്മൾ നല്ലപോലെ എണ്ണ ചൂടായി, അതാ തീ കുറച്ച് വെച്ച്. ഇനി അതിൻ്റെ പകുതി മസാല അതിൽ കടുക് പൊട്ടുമ്പോൾ ഓടാൻ തുടങ്ങി. കടുക് പൊട്ടി ആ മസാല എടുത്ത് വെച്ചിരിക്കുന്നതിലേ ആ പകുതി മസാല അതിനകത്തോട്ടിട്ടോളെ. പകുതി നമുക്ക് ചിക്കനകത്ത് ചേർത്ത് വേവിച്ചെടുക്കാം. മതി. എന്നിട്ട് എണ്ണയ്ക്കകത്തോട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിക്കേ, എങ്കിലേ കറിക്ക് കളർ വരുള്ളൂ. പൊടിയെല്ലാം കൂടെ എണ്ണയ്ക്കകത്ത് കിടന്നേ ചൂടാവണം നല്ലപോലെ. കറിക്ക് കളർ വരാൻ കറി ഇച്ചിരി ഡാർക്ക് കളറ്. അത് പൊടിയെല്ലാം കൂടെ അതിനകത്തോട്ട് മിക്സ് ആയതുകൊണ്ട് കുതിർന്നില്ലേ പൊടി, അതാ. കളറായോ? ഇനി അതിനകത്തേക്ക് സവോളയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് ഇളക്കിക്കും. കുഞ്ഞ് ഒത്തിരി നാളായില്ലേ കുഞ്ഞി അടുക്കള കയറിയിട്ട്? കുഞ്ഞിയുടെ ആവശ്യത്തിനൊക്കെ കുഞ്ഞ് കയറുന്നുണ്ട്, പക്ഷേ എന്നാലും ഇപ്പോൾ ഒരു മടിയാണ് അല്ലേ. ഉപ്പിട്ടതാ, പൊടിക്കകത്ത് ഞാൻ ഉപ്പും കൂടെ ചേർത്തായിരുന്നു. അത് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്താൽ മതി. ചിക്കൻ അതിനകത്ത് ഇടുകയല്ലടാ. ചിക്കൻ ഞാൻ വിറകടുപ്പിൽ ഉരുളിക്കകത്ത് വേവിക്കും. ഇല്ല, അതിനാ ഞാൻ പകുതി പൊടി മാറ്റി വെക്കാൻ പറഞ്ഞില്ലേ. സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കുന്നത്. അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടോ. തട്ടിക്കോ, മൊത്തം അതിനുള്ളത് തന്നെയാണ്. ഇനി നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തോ. സോളയെല്ലാം നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്കിതിനകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ശുദ്ധം മതി. അതിൻ്റെ ചൂട്ടിലോട്ട് കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ മാത്രമുള്ള വെള്ളം. അത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഏറ്റവും കുറച്ച് തീയിട്ട് 2 വിസിൽ വരട്ടെ. അപ്പോഴേക്കും നല്ലപോലെ അലിഞ്ഞ് വരും. 2 വിസിൽ വന്നിട്ട് നിർത്തിയിട്ടിട്ട് അതിൻ്റെ ആവി ഫുള്ള് പോയി കഴിയുമ്പോൾ എടുക്കാം. അപ്പം ഇത് അലിഞ്ഞിരിക്കും. അപ്പം നമുക്ക് മുറ്റത്ത് വേണം തീ എത്തിക്കാം. ഉരുളി ചൂടായി, എണ്ണ ഒഴിച്ചു. അതിലോട്ട് നമുക്ക് പകുതി പൊടി നമ്മൾ എടുത്ത് വെച്ചില്ലേ, ആ പൊടി അങ്ങിടാം. നന്നായിട്ട് എണ്ണയ്ക്കകത്ത് തന്നെ മിക്സ് ചെയ്യാം. നമ്മൾ ഇരിക്കുന്നിടത്തോട്ട് തന്നെ ഇനി പുക വരത്തുള്ളൂ. അതാ ഈ അടുപ്പിൻ്റെ ഒരു കുഴപ്പം. കാറ്റ് അതുകൊണ്ടാ. എങ്ങനെയാണേലും ഇരിക്കുന്നിടത്തോട്ടേ വരത്തുള്ളൂ. കാറ്റിന് കറക്റ്റ് അറിയാം അല്ലേ. കുറച്ച് മഴ കുറഞ്ഞേ, തവളമാക്കറി കയറുന്നു കേട്ടോ.
ആ ചീവീടിന്റെ മാക്രിയുടെ ഭയങ്കര സൗണ്ട് അല്ലേ കേട്ടോ? ഉം. കൂട്ടത്തോടെയാന്ന് തോന്നുന്നല്ലേ? ഇത് മണ്ണൊക്കെ വെച്ച് മറ്റേ ഇതുണ്ടാക്കത്തില്ലേ, ഇഡലിയോ മണ്ണപ്പം, അതൊക്കെ പോലുണ്ട്. ഏതാ? ഇത് മണ്ണ് പോലുണ്ട്. അത് എണ്ണക്കകത്ത് ചാലിച്ചത് കൊണ്ട്. നമുക്ക് അടുപ്പിട്ട് തരാന്ന് പറഞ്ഞ അച്ഛൻ വറ്റിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായല്ലോ. ഇതുവരെ അങ്ങ് സെറ്റായില്ലല്ലോ. സമരം ചെയ്യേണ്ടി വരുമോ? ചിക്കൻ ഇട്ട് കൊടുത്താലും പൊടി ചൂടായല്ലേ? ചിക്കനായിരുന്നു. കഴിക്കാനായോ വെന്തോന്നൊക്കെ ചോദിച്ചപ്പോൾ വിളിച്ചായിരുന്നു. അവർക്ക് വിശക്കാൻ തുടങ്ങി കാണും. അവരോട് ഭയങ്കര പണിയായിരുന്നു. ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനോട് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ മഞ്ഞളും ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടെ പുരട്ടി വെച്ചതാണ്. പുരട്ടി വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറായി. നമുക്ക് പൊടിയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയേ. അപ്പം നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ചിക്കൻ്റെ വെള്ളം ഒന്ന് ഇറങ്ങട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ കൊത്തിയെടുക്കാം. ചിക്കൻ്റെ അകത്തേക്ക് തേങ്ങാക്കൊത്തിനാണ് ടേസ്റ്റ്. ചമ്മച്ചി ചക്ക എരിയുവാണോ? ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ചക്ക പെറുക്കി കൊടുക്കാൻ പോകാം അല്ലേ? നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി. ഇത് കണ്ടോ, സവോള നല്ലതായിട്ട് അലിഞ്ഞ് 2 ബിസിലടിപ്പിച്ചിട്ട് സെറ്റായി നല്ലപോലെ അലിഞ്ഞേ. ചിക്കനും വെന്തു. വെള്ളമൊക്കെ ചിക്കൻ്റെ അകത്ത് എല്ലാം ഇറങ്ങി നല്ലതായിട്ട് വെന്തു. ഞാൻ അതിനകത്ത് ഇച്ചിരി തിളച്ച വെള്ളം കൂടെ ഒഴിച്ചായിരുന്നേ. ഇന്നിപ്പോ മഴ പെയ്യുന്നില്ല, എന്നാ പറ്റിയോ? മഴ രാവിലെ അല്ല, മഴയില്ലായിരുന്നു. ഈ സവോളയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചമ്മച്ചി ചക്ക അരിഞ്ഞു കഴിഞ്ഞോ? അടുപ്പത്തോട്ട് തന്നെ വേണം ചക്കയും കൂടെ വേവിക്കാൻ. വലിയ കറിയായി. കരിവേപ്പിലയും കൂടി ഇട്ട് തിളച്ച് കഴിയുമ്പോൾ കരിവേപ്പിലയും കൂടി ഇട്ടേ സെറ്റാക്കിയാൽ മതി. ഇച്ചിരി കൂടി ചാറ് വേണമായിരിക്കും അവർക്കല്ലേ. നമുക്ക് ഇതിനകത്തോട്ടെ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് വാങ്ങിക്കൊണ്ട് പോയേക്കാം. കാറ്റ് ഭയങ്കര കാറ്റ്. ചമ്മച്ചിയോട് എൻ്റെ ചക്ക ഇതിലോട്ട് വെക്കാമെന്ന് പറയാവേ. കറിയായി. കറി സെറ്റായി. ഞങ്ങൾ മൂടി എടുത്തുകൊണ്ട് പോയേക്കാം. ചക്ക വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല ആവിയൊക്കെ വന്നുകൊണ്ടോ ചക്ക നമുക്ക് അരപ്പോട്ട് കൊടുക്കാം. തേങ്ങായും ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ അരച്ചില്ല, ഒതുക്കിയെടുത്തു. പിന്നെ ഇത് ഇളക്കി എടുക്കാം. ഇച്ചിരി നേരം അരപ്പ് വേകാനിരിക്കണം. വേവട്ടെ. ഇച്ചിരി നേരം അരപ്പേ നല്ലപോലെ അവിടെ ഇരുന്ന് വേകണം. അപ്പൊ അവരുടെ സ്പെഷ്യൽ ഓർഡർ പോലെ നമുക്ക് വാഴയില വാട്ടി കൊടുക്കാം. വാഴയില വാട്ടി പൊതി കെട്ടി കൊടുക്കാം. ചക്കപ്പുഴുക്ക് കഴിക്കാനായിട്ട് ഇല വെട്ടി. പക്ഷേ ഇല വെട്ടിയപ്പോൾ എല്ലാം മനസ്സിലുണ്ടല്ലോ പൊതിച്ചോറായിരുന്നു ഓർമ്മയിൽ. ഏതായാലും വൈകുന്നേരം ഇലക്കകത്ത് ചക്കപ്പുഴുക്ക് പാഴ്സൽ കൊടുത്തു വിടാം. പോരെ? 4 പേര് 5 പേര് കാണുമായിരിക്കും. 5 നീതിൻ കാണും. അപ്പം നമ്മുടെ ചക്കപ്പുഴുക്ക് പൊതിഞ്ഞെടുക്കാം. കറിയും കൂടെ എടുക്കാം. ഒത്തിരി നാളായല്ലേ നമ്മൾ പൊതിച്ചോറുണ്ട് കേട്ടോ. പോകുമ്പോഴല്ലേ പൊതിച്ചോറ് കെട്ടി എവിടെയെങ്കിലും പോകണമല്ലോ. മഴ ആയതുകൊണ്ടൊരു പോക്ക് നടക്കുകയില്ല. റബ്ബർ ബാൻഡ് ഇടാം. കറിയൊക്കെ നല്ല സെറ്റായി കുറുകി. കറി ഇവിടെ എടുത്താക്കി ഈ പാത്രത്തിലാകുമ്പോഴേ വിളമ്പി എടുക്കാൻ അടപ്പ് നല്ല മുറുകി ഇരുന്നോളും. വില കൊണ്ടുപോകുമ്പോൾ അച്ഛയെ വിളിച്ചോ ഇനി റെഡി ആയെന്ന് പറയല്ല. നല്ല ചൂട് ചക്കപ്പുഴുക്ക് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് ചക്കക്കുരു അരിയുന്നു. നാളെ തോരൻ വെക്കാനുള്ള ചക്കക്കുരു, നല്ല മുഴുത്ത ചക്കക്കുരുവേ. അത് കണ്ടിട്ട് കളയാനും തോന്നുന്നില്ല. നാളെ തോരൻ വെക്കാനായിട്ട് അരിയോ. നാളെ ഞങ്ങൾ തോരൻ വെക്കും. നാളെ കഴിഞ്ഞ് ഞങ്ങൾ ചക്കക്കുരു മാങ്ങ വെക്കും. നിങ്ങളെ കൊണ്ട് ശല്യമായല്ലോ. മാങ്ങ ഉണ്ടോ? ചക്ക സീസൺ പകുതിയായി. ഒന്നും ആയില്ല, തുടങ്ങിയതേ ഉള്ളടേ. വിളിച്ചോണ്ടോ ഞാൻ എല്ലാരെ. ഇന്ന് എന്തേരം ചക്കയാണെന്നറിയോ അവിടെ ആ പറമ്പി വീണ് പോയത്. അതെ, മാങ്ങയും ചക്ക എല്ലാം കാറ്റിനകത്ത് ഇഷ്ടം പോലെ വീണ് കിടക്കുന്നു. മാങ്ങ ഒത്തിരി ഒഴിഞ്ഞു പോയി. ഞാൻ വിളയാത്ത ചക്ക എന്തേരം എണ്ണോന്നറിയോ വീണ് പോയി. നമ്മൾ ആ ഷീറ്റിന്റെ ഷെഡിന്റെ ഷീറ്റ് ചക്ക വീണ് പൊട്ടിപ്പോയി. എല്ലാരും വിളിക്കും. നമ്മുടെ ചക്കയും ചിക്കൻ കറി ഇങ്ങനെ നോക്കി.
ഈ ചക്കയും ചിക്കൻ കറിയും മുളകരച്ചതും ഉണ്ട്. അതിൻ്റെ കൂടെ ഉണ്ടല്ലോ വേറെ സാധനം കൂടെ ഒരു പാർട്ടി എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അതാ കാണിക്കാതെ മാറ്റി വെച്ചേക്കാം. അത് ഞങ്ങൾക്ക് രണ്ടിനും മാത്രമേ ഉള്ളൂ. അതാ എനിക്ക് മനസ്സിലാകാതെ. എന്നൊക്കെ ഉണ്ടായാലും ശകലം ഉണക്കമീൻ ഇല്ലെങ്കിൽ നിങ്ങള് ആ ചിക്കൻ കറി കൂട്ടി കഴിച്ചിട്ട് ശകലം ഉണക്കമീനും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കുക. ഞങ്ങൾക്ക് ചെയ്യാൻ മതി. ഏതിനാ ടേസ്റ്റ് ഒന്നും പറ. ഉണക്കമീനും കാന്താരിയും കൂട്ടി കഴിക്കുന്ന ടേസ്റ്റ് ഒന്ന് വേറെ അല്ലേ? അതാ ടേസ്റ്റ്. ഞങ്ങൾക്ക് അതിനോട് പക്ഷേ ഉണ്ടല്ലോ നമ്മൾ അങ്ങോട്ട് കൊടുത്തു വിട്ടില്ലേ, ഞാൻ അതിനകത്തുനിന്നൂടെ കഴിച്ചായിരുന്നു. ഇന്ന് എനിക്ക് വിശക്കുന്നില്ല. നല്ല കാര്യമല്ല, ഞങ്ങൾ അവർക്കുള്ളതാ കൊടുത്തോട്ടെ. അവര് കൂടാൻ പറയും. ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ല. അവരത് കഴിക്കാതെ വിടത്തില്ല. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. അതെ, അഭിപ്രായം പറഞ്ഞത് പറയും. അഭിപ്രായം നല്ല അടിപൊളി അഭിപ്രായം പറഞ്ഞു. ഇനി എല്ലാ ദിവസവും ഓർഡർ തന്നേക്കാന്നാ പറഞ്ഞത്. ഞങ്ങൾക്ക് പണി തരാനല്ലേ? എല്ലാ ദിവസവും ചക്ക വിടുന്ന ഇനി കുറച്ച് നാളത്തിന് 2 മാസത്തേക്ക് എന്നെ ആളുണ്ട്. പണിയായി. 2 മാസത്തേനുള്ളതാ ഒഴിഞ്ഞു പോയത്. ഇതൊരു ചക്കയല്ലേ? എല്ലാം വലിയ ചക്കയാ. കൊള്ളാല്ലേ? നല്ല മഴയും ചൂട് ചക്കയും ചിക്കനും നല്ല തണുപ്പും നല്ല കാന്താരി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, കഴിച്ചിട്ട് മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങിയേക്കാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.